മുന്നണി മര്യാദ ലംഘിച്ച് കോൺഗ്രസ് തമിഴ്നാട്ടിൽ ചെയ്തത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയാൻ ഇപ്പോൾ CPIM-ന്റെ നേതാക്കൾ തയ്യാറാവുകയാണ്. അതേ ഇന്ത്യ മുന്നണി യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ പരിഹസിക്കാനായി മനഃപൂർവ്വം കടന്നുകൂടിയിട്ടുള്ള ചില ഇത്തിൽക്കണ്ണികളുണ്ട്. കോൺഗ്രസിൽ നിന്നും ഔദാര്യം പറ്റിയതിനു ശേഷം വലിയ രീതിയിൽ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഇത്തിൽക്കണ്ണികൾ. അവർ മനസ്സിലാക്കേണ്ടത് അവരും കൂടി എടുത്തു ചാടാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടത് പാർട്ടികൾ തമിഴ്നാട്ടിൽ DMK സഖ്യം ഉപേക്ഷിച്ച് തമിഴക വെട്രിക്കഴകത്തിന് വേണ്ടി സഹായം ചെയ്തു കൊടുത്തതൊക്കെ നമുക്കറിയാം. ഇവിടെ പറഞ്ഞു വരുന്നത് ഇന്ത്യ മുന്നണി സംവിധാനത്തിൽ അഖിലേഷ് യാദവിന്റെ പാർട്ടിയും അതുപോലെ തന്നെ നിലവിൽ RJD-യുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവും ഒക്കെ കൃത്യമായി DMK ഇന്ത്യ മുന്നണി വിട്ടുപോയത് ശരിയായില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അവിടെ കോൺഗ്രസ് വളരെ വ്യക്തമായി മറുപടി കൊടുത്തൊരു കാര്യമുണ്ട്. ഇന്ത്യ മുന്നണി എന്ന സംവിധാനം ഇനി അധിക നാൾ മുന്നോട്ട് പോയില്ലെങ്കിൽ പോലും ഈ രാജ്യത്ത് ബദൽ നടപടികൾ ആവിഷ്കരിക്കാൻ കോൺഗ്രസിന് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അതിന്റെ കൂടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ല കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം. ഈ രാജ്യം ഏറെ നാൾ ഭരിച്ച് ഈ രാജ്യത്തിന്റെ സുസ്ഥിരമായ ഒരു വികസനത്തിന് വേണ്ടി കൃത്യമായിട്ടുള്ള അടിത്തറവാകിയ പ്രധാനമന്ത്രിമാർ വിജയിച്ചു വന്ന നാട്ടിൽ അതിന്റെ എല്ലാ സാഹചര്യവും ഒരുക്കിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോഴത്തെ മുന്നണി സംവിധാനം എന്ന രീതിയിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒരേ സമയം വീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നും കോൺഗ്രസിന്റെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ UDF-ന്റെ സഹായം ഇല്ലാതെ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ജയിച്ചു വന്ന ഇടത് ക്യാമ്പ് വിട്ടുപോയ ചില നേതാക്കളുടെ ഒക്കെ സഹായമില്ലാതെ ബ്രിട്ടാസിനെ പോലുള്ളവർക്ക് ഇനി ജയിക്കാൻ കഴിയില്ല, രാജ്യസഭയിലെ കുളിര് കൊള്ളാൻ കഴിയില്ല എന്നതാണ് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അതങ്ങ് വേദനിച്ച് ഒരറ്റത്തെ സൈഡിൽ മിണ്ടാതെ അങ്ങ് തലകുനിഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന മറുപടി മാത്രമേ ഈ നിമിഷത്തിൽ അവരോട് പറയാൻ ഈ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ എങ്ങനെയൊക്കെ അള്ളുവെക്കാം, എങ്ങനെയൊക്കെ മറുപടി കൊടുക്കാമെന്നത്. ദക്ഷിണേന്ത്യയിൽ ഇന്ന് കോൺഗ്രസിന് കർണാടകയിലും കേരളത്തിലും തെലങ്കാനയിലും കേവല ഭൂരിപക്ഷത്തിനടുത്തേക്കുള്ള സീറ്റുകളുണ്ട്. അതിൽ കർണാടകയിലും തെലങ്കാനയിലും വ്യക്തമായ കേവല ഭൂരിപക്ഷം. കേരളത്തിൽ 63 MLA-മാരും ഉണ്ട്. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തലിന്റെ രാഷ്ട്രീയമൊന്നും ഇവിടെ ചെലവാകുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഉള്ളത് സമാജ്വാദി പാർട്ടിയും RJD-യും പോലുള്ള സഖ്യകക്ഷികളാണ്. കൃത്യമായി പറഞ്ഞാൽ തമിഴക വെട്രിക്കഴകം ഇന്ത്യ മുന്നണിയിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അഴിമതിയും കൊള്ളയും കൃത്യമായി കാണിക്കുന്ന DMK ഒഴിവാക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? DMK കാരണം പരമാവധി നാറിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. 2009-ൽ അധികാരം നഷ്ടപ്പെടാൻ കാരണം പ്രധാനമായും 2G സ്പെക്ട്രവും വിനോദ റായിയുടെ വോട്ടുമൊക്കെ ആയിരുന്നു എന്നത് ആരും മറന്നു പോകരുത് എന്നതും ഓർമ്മിപ്പിക്കുന്നു.